ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 27:10 ഇങ്ങനെ വായിക്കുന്നു: എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അതെ, കർത്താവിന്റെ വചനം പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരുന്നാലും കർത്താവ് നമ്മളെ ചേർത്തുകൊള്ളുമെന്ന്. ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ അവഗണിക്കപ്പെട്ട് ദൂത് ശ്രവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോടത്രേ ആലോചന അറിയിക്കുന്നത്. ആരെല്ലാം അവഗണിച്ചിരുന്നാലും, ആരെല്ലാം മറന്നിരുന്നാലും, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞാലും സ്വർഗത്തിലെ യേശുപ്പൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവവൈതലേ, അതെ, നിങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ഒരുപക്ഷെ മുറിവേറ്റ ഹൃദയമായിട്ടായിരിക്കാം ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളോടത്രേ ഈ ആലോചന കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവൻ ഇന്ന് പകലിൽ ബലപ്പെടുത്തുവാൻ പോകുന്നു. അതെ, യെശയ്യാവ് 49:15 ഇങ്ങനെ വായിക്കുന്നു: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതെ, ആരെല്ലാം മറന്നു കളഞ്ഞാലും, അതെ, അമ്മ മറന്നിരുന്നാലും, അപ്പൻ മറന്നാലും, നിന്റെ കൂടപ്പുറപ്പ് നിന്നെ മറന്നാലും, സ്വർഗത്തിൽ അപ്പൻ നിങ്ങളെ മറക്കത്തില്ല. അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല. യേശു നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, അവഗണന, യേശുവിന്റെ നാമത്തിൽ അവഗണിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് പകലിൽ ഈ ദൂത് ശ്രവിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അത്ര ഈ ദൂത് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശൂന്യതയിലേക്ക് അവന്റെ സാന്നിധ്യം കടന്നു വരുന്നു. വിശ്വസിച്ചാട്ടെ, ആ ഹൃദയത്തിലേക്ക് തൻ്റെ ദിവ്യ സ്നേഹത്താൽ സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്തോഷത്താൽ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ആ സമാധാനത്താൽ സ്വർഗം നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാന്ന് വിചാരിച്ചിരിക്കരുതേ. സ്വർഗത്തിലെ യേശു നിങ്ങളോട് കൂടെയുണ്ട്. ആരവഗണിച്ചിരുന്നാലും, അപ്പൻ അവഗണിച്ചിരുന്നാലും, കൂടപ്പുറപ്പ് അവഗണിച്ചാലും, അമ്മ അവഗണിച്ചാലും, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ അവഗണിച്ചിരുന്നാലും, വിശ്വസിച്ചാട്ടെ, യേശു നിങ്ങളെ ഒരു നാളും അവഗണിച്ചു കളയത്തില്ല, ഉപേക്ഷിച്ചു കളയത്തില്ല, മറന്നു കളയത്തില്ല. അവൻ തന്റെ സ്നേഹത്താൽ ഇന്ന് പകലിൽ നിങ്ങളെ പൊതിയുന്നു. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ടെന്നേ. നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. നിങ്ങളൊരു അത്ഭുത സാക്ഷ്യമായി പുറത്തു വരുവാൻ പോകുന്നു. അനവധി മുറിവേറ്റ ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുവാൻ സ്വർഗത്തിലപ്പൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ ഹൃദയമായി ആരെങ്കിലും ഈ ദൂത് ശ്രവിക്കുന്നെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ അവഗണനയേറ്റ് ദൂത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ, അവരെയും സ്വർഗത്തിലെയും ബലപ്പെടുത്തിയാട്ടെ. കർത്താവരെ ശക്തീകരിക്കണം. അനവധി പേരുടെ മുറിവ് കെട്ടുവാൻ സ്വർഗം അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.